ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ, ഇന്ന് നമ്മൾ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കാൻ പോകണം. ദാണ്ടെ ഇവിടെ കണ്ടോ, കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്ന കുറച്ച് പാടൊക്കെ ഇരിക്കണ കണ്ടോ. ഈ പാട് നമ്മളിന്ന് റിമൂവ് ചെയ്യാൻ പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയർ എടുത്ത് മാറ്റണം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ചെയർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി തൻ്റെ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളല്ലേ വരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈറ്റും ഇതൊക്കെ മാറ്റി വെക്കണം. മാറ്റണം. നമ്മളിങ്ങനെ മാറ്റും. ഈ പെൻസിലും മാറ്റണം. കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലീൻ ആക്കുന്നുണ്ട്. ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ കുഴപ്പമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ പേപ്പറും പിന്നെ സാനിറ്റൈസറാണ് കേട്ടോ വേണ്ടത്. എൻ്റെ ഡേറ്റ് കഴിഞ്ഞ സാനിറ്റൈസറാണ്, അതുകൊണ്ട് ഞാനിത് ക്ലീനിങ്ങിന് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലായിടത്തും മുന്നേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തുടച്ച് നോക്കാം എത്ര ചെളിയുണ്ടെന്ന്. ഗൈസ്, നമ്മളിതെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് കിട്ടിയ അഴുക്ക് നമുക്ക് കുറേ ഉണ്ട്. സാധനങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ വലിയ സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് തന്നെ ഈ പിഗ്ഗി ബാങ്ക് ആണ്. പിഗ്ഗി ബാങ്ക് എന്നും പറയാം, കുടുക്കയെന്നും പറയാം. ഓക്കെ, ഈ പിഗ്ഗി ബാങ്ക് എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ഫ്രണ്ട് തന്നതാണ്. അപ്പോൾ ഈ പിഗ്ഗി ബാങ്ക് നമ്മൾ ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഗ്ലൂ എനിക്ക് ആവശ്യമുള്ള സാധനമാണ്, അതുകൊണ്ട് ഞാൻ ഇത് കാണാൻ പാകത്തിനാവും. എന്നിട്ട് നെക്സ്റ്റ് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിങ് ഞാൻ സാധാരണ വെക്കണ ഇവിടെയാണ്, ഇങ്ങനെ ചാരും. എന്നിട്ട് പിന്നെ ഈ സാനിറ്റൈസർ ചിലപ്പോൾ ആവശ്യം വരുമല്ലോ, അപ്പോൾ കളയണ്ടെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ വെക്കാൻ പോണേ ഈ ഒരു ഫ്ലവർ പോട്ടാണ്. ഈ ഫ്ലവർ പോട്ട് ഞാൻ ഇവിടെ കാണിക്കും. സാധാരണ എൻ്റെ സ്റ്റഡി ടേബിളിൽ എപ്പോഴും ഈ ഫ്ലവർ പോട്ട് ഉണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് ഈ ഒരു കലണ്ടറാണ്, ഒരു സ്മോൾ കലണ്ടർ. അത് ഞാൻ എന്താ ഈ ലൈറ്റ് വെക്കുന്ന സ്ഥലത്താണ് ഞാൻ നോക്കണം. എന്നിട്ട് ലാസ്റ്റ് ഞാൻ നോക്കണം പോണേ ലൈറ്റാണ്. ലൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് തണ്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യാനൊക്കെ പറ്റും. ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ലൈറ്റ് കഴിഞ്ഞ് എന്നിട്ട് ഇതാണ്ട് പേനയും പെൻസിലൊക്കെ വെക്കാം. അതെ, ഇതെല്ലാം ദാണ്ട് ഈ ഒരു സ്മോൾ കോളമിൽ വെക്കും. എന്നിട്ട് ദാണ്ട് ഷാർപ്നർ ദാണ്ട് ഇതിനകത്ത് വെക്കും. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എന്നിട്ട് ഈ സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ്സിൽ പറ. ബൈ ബൈ.